ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. പിന്നാലെ ഹമാസ് ആധിപത്യം സ്ഥാപിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. പ്രാദേശിക ഗ്രൂപ്പുകളുമായി ഹമാസ് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഗാസ സംഘർഷത്തിൽ ആരാണ് വിജയിച്ചത്? ഇസ്രായേലും US പ്രഖ്യാപിച്ച പോലെ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞോ? അതിൻ്റെ ശക്തി കുറയ്ക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ടോ? പ്രമുഖ ഇസ്രായേൽ മാധ്യമം ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഡിപ്ലോമാറ്റിക് റിപ്പോർട്ടർ ലാസർ ബെർമൻ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ലാസർ ബെർമൻ്റെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ: കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ നേതാക്കളോട് പറഞ്ഞത് ഗാസയിൽ നിങ്ങൾ വിജയിച്ചുവെന്നാണ്. ട്രംപിന് മുമ്പ് സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിലൂടെ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ ഈ അവകാശവാദത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് ലാസർ ബെർമൻ പറയുന്നത്. ഹമാസിനെ പരാജയപ്പെടുത്തിയതായി അവരെ ആരും അറിയിച്ചതായി തോന്നില്ലെന്നാണ് ലാസർ ബെർമൻ്റെ പരിഹാസം. ട്രംപിൻ്റെ 20 ദിന പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വിജയം അവകാശപ്പെടാം. കൂടാതെ ഗാസ ഭരിക്കാനുള്ള ഹമാസിൻ്റെ ഏതൊരു പദ്ധതിക്കും വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയുമാകും അത്. എന്നാൽ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 20 വ്യവസ്ഥകളിൽ 2 മാത്രമേ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടുള്ളൂ. 2 ഇസ്രായേൽ ഇളവുകൾ നൽകിയതിലൂടെയാണ് നടപ്പിലായത്. അതായത് ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു. മാത്രമല്ല ഗാസക്കാരെ കുടിയേറാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ പദ്ധതികളും ഇതിനു പകരമായി ഇസ്രായേൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മറുവശത്ത് ഹമാസ് കൊല്ലപ്പെട്ട 28 ബന്ധുക്കളുടെ മോചനം വൈകിപ്പിച്ചു. ഞായറാഴ്ചയോടെ 28 മൃതദേഹങ്ങളും വിട്ടുകൊടുക്കാനുള്ള 72 മണിക്കൂർ സമയം അവസാനിച്ചിരുന്നു. അത് കഴിഞ്ഞ് 6 ദിവസങ്ങൾക്ക് ശേഷം 12 എണ്ണം മാത്രമേ അവർ കൈമാറിയിട്ടുള്ളൂ. ഹമാസ് കരാർ ലംഘനം നടത്തിയാൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് IDFന് നിർദ്ദേശം നൽകി. എന്നാൽ ഇസ്രായേലിൽ നിന്നോ US നിന്നോ വരുന്ന അത്തരം ഭീഷണികൾ ഹമാസിനെ ബാധിക്കുന്നില്ലെന്നാണ് ലാസർ ബെർമൻ പറയുന്നത്. ട്രംപിൻ്റെ പദ്ധതിയുടെ കേന്ദ്ര ഘടകമായ നിരായുധീകരണത്തിന് ഒരുക്കമല്ലെന്ന് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് നസാൽ ശനിയാഴ്ച റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചാൽ ഹമാസിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയെങ്കിലും അതൊന്നും ഹമാസിനെ ബാധിച്ച മട്ടില്ല. ഹമാസ് ഇപ്പോഴും ഗാസയിൽ സർവാധിപത്യത്തോടെ തുടരുന്നു എന്നാണ് ലാസർ ബെർമൻ പറയുന്നത്. ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല. അവർ പരസ്യമായി വധശിക്ഷകൾ നടപ്പിലാക്കി. അവരുടെ പ്രവർത്തകർ യൂണിഫോം തിരികെ ധരിച്ച് തോക്കുകൾ വീശി പിക്കപ്പ് ട്രക്കുകളിൽ ഗാസയിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അധികാരം കൈമാറാനും ആക്രമണം ഉപേക്ഷിക്കാനും പോകുന്ന ഒരു പരിക്കേറ്റ സംഘടനയുടെ പെരുമാറ്റമല്ല ഇതെന്നാണ് ലാസർ ബെർമൻ്റെ നിരീക്ഷണം. റഫേൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസ് ഞായറാഴ്ച നടത്തിയ മാരകമായ ആക്രമണം ഇതുമായി കൂട്ടിവായിക്കണമെന്നും അദ്ദേഹം പറയുന്നു.